നമുക്ക് ഒരു മറുപടി കൊടുക്കാതിരിക്കാൻ ഒരു സാധ്യതയുണ്ടായിരുന്നില്ല. എന്തായാലും പല നയതന്ത്ര വഴിക്ക് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, വീസ ക്യാൻസൽ ചെയ്തു, ആൾക്കാർ ഈ രാജ്യത്ത് പോകാൻ പറഞ്ഞു, ഇൻഡസ് വാട്ടർ സ്ട്രീറ്റീസിനെ സസ്പെൻഷനിൽ വെച്ചു. ഇതെല്ലാം ചെയ്തിട്ടും കൂടി പക്ഷെ അത് മാത്രം പോരാന്ന് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടായിരുന്നു. കാരണം അടി കിട്ടിയ ശേഷം കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും അവർ വന്ന് ചെയ്യുന്ന ഒരു സംശയമില്ല എന്ന് നമ്മുടെ ഫോറിൻ സെക്രട്ടറിയും കൂടി പറഞ്ഞു. അവർ ഇന്റലിജൻസ് പ്രകാരം ഇനിയും ഒരു ഭീകരവാദികളുടെ ഒരു ആക്രമണം വരാൻ പോവുകയായിരുന്നു, നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു പ്രിയംപ്റ്റീവ് ആക്ഷനാണ്. അർത്ഥം അവർ പിന്നെ വരുന്ന മുമ്പ് തന്നെ അവരുടെ തലസ്ഥാനങ്ങളും അവരുടെ ലോഞ്ച് പാഡിനും ഒക്കെ നമ്മൾ അടിക്കണം എന്നാണ്. ഈ 9 സ്ഥലം അവരടിച്ചത് അത് സ്പഷ്ടമായിട്ട് ഇന്നത്തെ ബ്രീഫിങ്ങിൽ തന്നെ 21 സ്ഥലത്തിന്റെ പേരുകൾ കാണിച്ചിട്ട് ഇതൊക്കെ അറിയപ്പെടുന്ന ഭീകരവാദികളുടെ സ്ഥലങ്ങളാണ്. ഈ 9 സ്ഥലത്തിലത്തെ 4-5 പേര് ഞാൻ തന്നെ ഒരു സാധാരണ പത്രം വായിക്കുന്ന ഒരാളായിട്ട് കേട്ടതായിരുന്നു. മുറിഡ്കെ എന്ന് പറഞ്ഞ സ്ഥലം LETന്റെ ലഷ്കർ-എ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണെന്ന് ഒരു സംശയവുമില്ല, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഭാരതം ഒരു തീരുമാനം എടുത്തിട്ട് ആക്ഷൻ എടുത്തതിന് ഞാൻ 100% പിന്തുണ കൊടുക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഒരു ഭാരതീയ ഇതൊരു ഗൗരവത്തിന്റെ ഒരു കാര്യമാണ് നമ്മുടെ സർക്കാർ ചെയ്തിരിക്കുന്നത്.